അലോപീഷ്യ എന്താണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് യൂട്യൂബോ അല്ലെങ്കിൽ ഗൂഗിളോ അല്ലെങ്കിൽ AI ടൂൾസൊക്കെ യൂസ് ചെയ്യുമ്പം നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്നേക്കാളും കൂടുതലായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടും. എന്നാലും ടു സ്റ്റാർട്ട് വിത്ത്, ആരെങ്കിലും എൻ്റെ വീഡിയോ കണ്ട് പെട്ടെന്ന് ഈ ടെർമിനോളജി കേൾക്കുന്നവർക്കായിട്ട് ഞാൻ പറയാം. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുന്നത് എന്നുള്ള സ്റ്റഡി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു പെർട്ടിക്കുലർ അങ്ങനത്തെ ഒരു ഇതില്ല, മീൻസ് ഇതുകൊണ്ടാണ് ഈ കണ്ടീഷൻ വരുന്നത് എന്നുള്ളൊരു സ്റ്റഡീസ് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. ബേസിക്കലി ഞാൻ വായിച്ചിട്ടുള്ള അറിവ് അങ്ങനെയാണുള്ളത്. പക്ഷേ ഏതെങ്കിലും ഫാമിലിയിൽ അങ്ങനത്തെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സോ ഉള്ളവർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോണൽ രീതിയിലുള്ള തൈറോയിഡ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ വൈറ്റമിൻസിൻ്റെ ഡിസോർഡേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ കണ്ടീഷൻ വരാം. സ്ട്രെസ് അതുമായിട്ടും വരാം. അപ്പം അതിനെയാണ് എന്താണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുമ്പോൾ, അതായത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളുടെ തന്നെ ഹെൽത്തി സെൽസിനെ അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥ. ഓക്കെ, സോ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ നമുക്ക് എന്തിനു വേണമെങ്കിൽ ആർത്രൈറ്റിസ് അങ്ങനത്തെ പല കണ്ടീഷൻസും നമുക്ക് വരുത്താം. അലോപീഷ്യ ഏരിയാട്ട എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളുടെ ഹെൽത്തി ഹെയർ ഫോളിക്കിൾസിനെ അറ്റാക്ക് ചെയ്യുമ്പം ഉണ്ടാവുന്ന സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് മുടി പൊഴിച്ചിലുണ്ടാവും അല്ല. ചിലർക്കത് വട്ടത്തിൽ ചില പാച്ചസ് ആയിട്ട് പോകും, അല്ലെങ്കിൽ ഒരു പാച്ചായിരിക്കും, 2 പാച്ചായിരിക്കും. ചിലർക്ക് തലയിലുള്ള എൻറ്റയർ മുടി പോവും, ചിലർക്ക് എൻറ്റയർ ശരീരത്തിലുള്ള പുരികം, ആൺകുട്ടികളാണെങ്കിൽ മീശ, താടി അതൊക്കെ പോവും. അപ്പം ഇങ്ങനത്തെ പല സ്റ്റേജസ് ഓഫ് കണ്ടീഷൻസിന് ഉള്ള അങ്ങനത്തെ ഒരു അസുഖത്തിന് വിളിക്കുന്ന പേരാണ്